ഹോർമൂസ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര പാതകളിലൊന്നാണ്. മധ്യപൂർവേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷാവസ്ഥ ഈ മേഖലയെ വീണ്ടും ആഗോള ശ്രദ്ധയുടെ കേന്ദ്രമാക്കി മാറ്റുകയാണ്. പ്രത്യേകിച്ച് US-ഇസ്രയേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള യുദ്ധം 7ാം ദിവസത്തിലേക്ക് കടന്ന സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്കിലൂടെ നടക്കുന്ന കപ്പൽ ഗതാഗതം വലിയ സുരക്ഷാ പ്രതിസന്ധിയിലായി. ഈ സംഘർഷത്തിന്റെ പ്രതിഫലനം ഇന്ത്യയുടെ സമുദ്ര വ്യാപാരത്തിലും വ്യക്തമായി പ്രകടമാണ്. ഇന്ത്യൻ പതാകയുള്ള 37 കപ്പലുകൾ ഈ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഏകദേശം 100 ബില്യൺ രൂപയിലധികം മൂല്യമുള്ള ചരക്കുകളും കപ്പലുകളും സുരക്ഷാ ഭീഷണിയുടെ നടുവിലാണ്. എണ്ണ, ഗ്യാസ്, മറ്റ് വ്യാപാര ചരക്കുകൾ എന്നിവയുമായി യാത്ര ചെയ്തിരുന്ന കപ്പലുകൾക്ക് മുന്നോട്ടു പോകാനും തിരികെ മടങ്ങാനും കഴിയാത്ത അവസ്ഥയാണ് നിലവിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു വിഹിതം ഈ കടലിടുക്കിലൂടെ കടന്നു പോകുന്നതിനാൽ ഈ മേഖലയിലെ ഏതെങ്കിലും സംഘർഷം ലോക സാമ്പത്തിക രംഗത്തെയും വ്യാപാര സംവിധാനങ്ങളെയും നേരിട്ട് ബാധിക്കുന്നതാണ്. അതിനാൽ ഈ പ്രതിസന്ധി ഇന്ത്യയുടെ വ്യാപാര സുരക്ഷ, ഊർജ്ജ വിതരണം, കടൽ ഗതാഗതം എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ ടാങ്കറുകളിലും ഗ്യാസ് കാരിയറുകളിലുമായി ഏകദേശം 400ഓളം ഇന്ത്യക്കാരുണ്ട് എന്നാണ് വിവരം. ഫെബ്രുവരി 28-ന് സംഘർഷം ആരംഭിച്ചതിനു ശേഷം 3 ഇന്ത്യൻ ടാങ്കറുകൾക്കു നേരെ ഇതിനകം ആക്രമണമുണ്ടായി. ഒരു ഇന്ത്യൻ കപ്പലിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായെങ്കിലും 1 മൈൽ അകലെ പതിച്ചതിനാൽ വലിയൊരു ദുരന്തം ഒഴിവാവുകയായിരുന്നു എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചത്. ഇതോടെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പാതകളിലൊന്ന് നിശ്ചലമായി. ലോകത്തിലെ എണ്ണയുടെ 1/5 ഭാഗവും കടന്നു പോകുന്നത് ഈ വഴിയിലൂടെയാണ്. സൗദി അറേബ്യ, കുവൈറ്റ്, ഇറാഖ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ വിതരണം തടസ്സപ്പെട്ടതോടെ ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചുയരാൻ ഇടയാക്കിയിട്ടുണ്ട്. ഏകദേശം 3200 കപ്പലുകളാണ് നിലവിൽ പേർഷ്യൻ കടലിൽ ചലനമറ്റ നിലയിലുള്ളത്. ഹോർമൂസ് കടലിടുക്കിൽ രൂപപ്പെട്ടിരിക്കുന്ന നിലവിലെ പ്രതിസന്ധി ഇന്ത്യക്ക് ഒരു വലിയ മുന്നറിയിപ്പായാണ് വിലയിരുത്തപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വ്യാപാര പാതകളിൽ ഒന്നായ ഹോർമൂസ് സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിലായാൽ അതിന്റെ പ്രതിഫലനം ആഗോള സമ്പദ് വ്യവസ്ഥയിലും പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഇറക്കുമതി ആശ്രിത രാജ്യങ്ങളിലും ശക്തമായി അനുഭവപ്പെടും. ഇന്ത്യൻ കപ്പലുകൾ സുരക്ഷാ ഭീഷണിയിൽ കുടുങ്ങിക്കിടക്കുന്നത് കടൽ ഗതാഗത മേഖലയിലെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെ വീണ്ടും ചൂണ്ടിക്കാണിക്കുകയാണ്. കൂടാതെ വിദേശ നയതന്ത്ര ഇടപെടലുകളും അന്താരാഷ്ട്ര സഹകരണവും ഈ സാഹചര്യത്തിൽ നിർണായകമാണ്. US, ഇസ്രയേൽ, ഇറാൻ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം വേഗത്തിൽ ശമിക്കാത്ത പക്ഷം കടൽ ഗതാഗതം, എണ്ണ വിതരണം, വ്യാപാര പ്രവാഹം എന്നിവ കൂടുതൽ ബാധിക്കപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അതിനാൽ ഇന്ത്യൻ സർക്കാരും നാവികസേനയും കപ്പലുകളുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതും ദീർഘകാലമായ ആഗോള രാഷ്ട്രീയ സംഘർഷങ്ങൾ വ്യാപാര മാർഗങ്ങൾക്കും സാമ്പത്തിക സുരക്ഷയ്ക്കും എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുവെന്ന് ഈ സംഭവ വികാസം വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സമാധാനപരമായ നയതന്ത്ര ഇടപാടുകളിലൂടെയാണ് ഇത്തരം പ്രതിസന്ധികൾക്ക് സ്ഥിരമായ പരിഹാരം കണ്ടെത്താൻ കഴിയുക.